ഹലോ ഡിയർ വൺസ്, നമ്മളിന്ന് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 5ാമത്തെ പാഠമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഭൂമി, കഥയും കാര്യം. BCE 2ാം നൂറ്റാണ്ടിൽ പുരാതന പട്ടണം. ജനങ്ങളെല്ലാവരും ആഹ്ലാദത്തിമിർപ്പിലാണ്. കാരണം തങ്ങളുടെ രാജകുമാരനെ അയൽക്കാരത്തെ അതിസുന്ദരിയായ രാജകുമാരി വിവാഹം ചെയ്ത് രാജ്യത്തേക്ക് എന്നുള്ള ദിവസമാണ്. അവരെ വരവേൽക്കാൻ രാജവീതിയിൽ ഇരുവശത്തുമുള്ള ജനങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. രാജകുമാരിയെ കാണുന്നതിനേക്കാൾ കൗതുകമായി അവർ വീക്ഷിച്ചത് വിവാഹസമയമായി ലഭിച്ച കുതിരയുടെ ഉടലും മനുഷ്യൻ്റെ തലയുമുള്ള കൂറ്റൻ സ്വർണ്ണപ്രതിമയായിരുന്നു. ആഘോഷദിനങ്ങൾ അധികമാവാൻ നിന്നില്ല. ആ പട്ടണം അതിരൂക്ഷമായ ഒരു വളർച്ചയുടെ കാരണം പ്രതിവിധി അറിയുന്നതിനായി രാജാവ് രാജ്യത്തുള്ള ജ്യോതിഷ പണ്ഡിതന്മാരെ വിളിച്ചു ചേർത്തു. രാജകുമാരന് വിവാഹ സമ്മാനമായി ലഭിച്ച സ്വർണ്ണപ്രതിമ രാജ്യത്ത് കൊണ്ടുവന്ന ദൗർഭാഗ്യമാണ് വരൾച്ചയ്ക്കുള്ള കാരണമായി അവർ കണ്ടെത്തിയത്. പ്രതിവിധിക്കായി അവർ നിർദ്ദേശിച്ചു സ്വർണ്ണപ്രതിമയെ ഭൂമിയുടെ ഒരറ്റത്ത് കൊണ്ടുപോയി താഴേക്ക് ഉപേക്ഷിക്കാൻ പറഞ്ഞു. ഇതൊരു കഥയാണ്. കഥ വായിച്ചില്ലേ? സ്വർണ്ണപ്രതിമയെ ഭൂമിയുടെ അറ്റത്തുനിന്ന് താഴേക്ക് വലിച്ചെറിയാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടാവുമോ? വളരെ കാലം ആളുകൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് ഭൂമി പരന്നതാണെന്നാണ്. ഭൂമിയുടെ ആകൃതിയെക്കുറിച്ച് ധാരണകൾ പുരാതന കാലം മുതൽക്ക് ജനങ്ങളിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരുന്നു. ഭൂമിയുടെ ആകൃതിയെക്കുറിച്ച് പ്രചരിച്ചിട്ടുള്ള കഥകൾ പലപ്പോഴും ഭാവനാപൂർവ്വം രസകരവുമാണ്. ഭൂമിയുടെ ആകൃതി വിശ്വാസങ്ങളിൽ നിന്ന് വസ്തുക്കളിലേക്ക്. BCE 7ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് തത്വചിന്തകനായ തെയിൽസാണ് ഭൂമിയുടെ ഗോളാകൃതിയാണെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ചത്. എന്നാൽ ഈ ഗോളം ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നുവെന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. ഗ്രീക്ക് തത്വചിന്തകന്മാരായ പൈതഗോറസും അരിസ്റ്റോട്ടിലുമാണ് ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് സ്ഥാപിച്ചത്. ഈ കാലഘട്ടത്തിൽ ഈ ആശയത്തോട് വളരെയധികം വിയോജിപ്പ് ഉണ്ടായിരുന്നു. പിന്നീട് കോപ്പർനിക്കസ് ഈ ആശയത്തെ ശക്തമായി പിന്താങ്ങി. ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞനായ ആര്യഭട്ടൻ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കല്പിക അച്യുതനിൽ സ്വയം കറങ്ങുന്നെന്നും ഉറച്ചു വിശ്വസിച്ചിരുന്നു. വർഷങ്ങൾക്ക് ശേഷം മഗല്ലൻ എന്ന നാവികൻ്റെ ലോകം ചുറ്റിയുള്ള കപ്പൽ യാത്ര ഭൂമിയിലുണ്ടെന്നാണ് തെളിയിച്ചു. സർ ഐസക് ന്യൂട്ടൺ ഭൂമിക്ക് കൃത്യമായ ഗോളത്തിൻ്റെ ആകൃതിയില്ലെന്ന് കണ്ടെത്തി. ധ്രുവപ്രദേശങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണെന്ന് അദ്ദേഹം സ്ഥാപിച്ചു. ധ്രുവങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയെ ജിയോയിഡ് എന്ന് വിളിക്കുന്നു. ജിയോയിഡ് എന്ന പദത്തിൻ്റെ അർത്ഥം ഭൂമിയുടെ ആകൃതി, എർത്ത് ഷേപ്പ് എന്നാണ്. ഇന്ന് ബഹിരാകാശ ചിത്രങ്ങൾ നമുക്ക് ഭൂമിയുടെ ആകൃതി നമുക്കേറെ വ്യക്തമാണ്. അമ്മമ്മോ, എത്ര വലുതാണ് ഭൂമി? നിങ്ങളുടെ വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്ന് എത്ര ദൂരമുണ്ട്? ഇത്രയും ദൂരം നിങ്ങൾ നടന്നു പോകുന്നെങ്കിൽ സ്കൂളിൽ എത്തിച്ചേരാൻ എത്ര സമയം വേണ്ടിവരും? കാനഡക്കാരനായ ജീൻ ബലിവോ എന്ന സാഹസിക സഞ്ചാരിക്ക് കാൽനടയായും കപ്പൽ യാത്ര ചെയ്തും ഭൂമിയെ വലവയ്ക്കാൻ എത്ര വർഷം വേണ്ടിവെന്നറിയോ? ഏകദേശം 11 വർഷങ്ങൾ. ഇതിൽ നിന്നും ഭൂമി എത്ര വലുതാണെന്ന് ഊഹിക്കാമല്ലോ. നാം വസിക്കുന്ന ഈ ഗോളത്തിൻ്റെ ചുറ്റളവ് ഏകദേശം 40,000 കിലോമീറ്ററാണ്. ചുറ്റളവാണ് കേട്ടോ. ഭൂമിയുടെ ചുറ്റളവ് പറഞ്ഞേക്കുന്നത് അവിടെ എത്രയാണ്? 40,000 കിലോമീറ്ററാണ്. ഭൂമിയിൽ ഞാൻ എവിടെയാണ്? ഇത്രയും വലിയൊരു ഭൂമിയിൽ നിങ്ങൾ എവിടെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഏഷ്യ, വനക്കരയിൽ, ഇന്ത്യയിൽ, കേരളത്തിൽ എന്നൊക്കെ നമുക്ക് പറയാം. ഭൂമിയിൽ ഓരോ വസ്തുവിനും പ്രദേശത്തിനും കൃത്യമായ സ്ഥാനങ്ങളുണ്ട്. സ്ഥാനം നിർണ്ണയം നടത്തുന്ന ചില അളവുകളുടെ അടിസ്ഥാനത്തിലുമാണ്. ഒരു വസ്തുവിൻ്റെയോ പ്രദേശത്തിൻ്റെയോ സ്ഥാനം നിർണ്ണയിക്കുന്നത് നമുക്ക് നോക്കാം. ക്ലാസ് മുറി നിങ്ങളിരിക്കുന്ന സ്ഥാനം ഒന്ന് എഴുതി നോക്കൂ. ക്ലാസ്സിലെ മേശ അടിസ്ഥാനമാക്കി ഓരോ കുട്ടി ഇരിക്കുന്ന സ്ഥാനം എഴുതൂ. അങ്ങനെ ഉദാഹരണമായി മേശയുടെ വലതുഭാഗത്ത് 2ാമത്തെ ബെഞ്ചിൽ 3ാമിരിക്കുന്ന കുട്ടി, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഇവിടെ ഭൂമിയുടെ വലിപ്പം കണ്ടെത്താനായിട്ട് ആദ്യം ശ്രമിച്ചത് BCE 3ാം നൂറ്റാണ്ടിൽ ഗ്രീക്ക് തത്വചിന്തകനായിട്ടുള്ള ഇറാസ്തോസ്തനീസ് ആണ്. അപ്പോൾ സൂര്യരശ്മികൾ ഭൂമിയിൽ പതിക്കുന്നതിൻ്റെ കോണളവിനെ മാത്രം ആശ്രയിച്ചാണ് ഭൂമിയുടെ ചുറ്റളവ് 2,50,000 സ്റ്റേഡിയ, ഗ്രീസിൽ അക്കാലത്ത് ദൂരം അളക്കാൻ ഉപയോഗിച്ച യൂണിറ്റാണ് ഇത് സ്റ്റേഡിയ എന്ന് പറഞ്ഞത്, അന്ന് കണ്ടെത്തിയത്. ഭൂമിയുടെ യഥാർത്ഥ ചുറ്റളവിനോട് ഏകദേശം അടുത്ത് നിൽക്കുന്ന ഈ കണക്ക് അദ്ദേഹം കണ്ടെത്തിയത് ഇന്നത്തെ പോലെ സംവിധാനങ്ങളൊന്നുമില്ലാത്ത കാലഘട്ടത്തിലാണെന്ന് ഓർക്കണം. ഈ കളിക്കാൻ പഠിക്കാൻ ചിത്രത്തിൽ 5.1 കാണുന്ന പോലെ കുറേ വരകൾ വരയ്ക്കുക. ബട്ടണും നമ്മുടെ രസകരമായ ഒരു കളി കളിക്കുക. 2 കൂട്ടുകാർ ബോർഡിന് ഇരുവശത്തിരിക്കുക. ബോർഡിൽ ഏതെങ്കിലും ഒരു കളത്തിൻ്റെ പേര് കുട്ടി പറയും. ഉദാഹരണം B3. അപ്പോൾ 2ാമത്തെ കുട്ടി കൈവശമുള്ള ബട്ടൺ ആ കളത്തിൽ കൃത്യമായി വയ്ക്കുകയാണ് ഒരു പോയിന്റ്. ഇങ്ങനെ രണ്ടാമത്തെ കുട്ടിയും ഇതുപോലെ ഇഷ്ടമുള്ള കളത്തിൻ്റെ പേര് പറഞ്ഞ് 1ാമത്തെ കുട്ടി കൃത്യമായി കളം കണ്ടെത്തി ബട്ടൺ വയ്ക്കുകയാണെങ്കിൽ ഒരു പോയിന്റ് നേടാം. ഇങ്ങനെ ഓരോരുത്തർക്കും 10 അവസരങ്ങൾ വീതം നൽകാം. കളം കണ്ടെത്തുന്നതിന് സമയക്ലിപ്തത പാലിക്കാൻ ശ്രമിക്കുമല്ലോ. ഗോളാകൃതിയിൽ ഉള്ളതും അതിവിശാലവുമായ ഭൂമിയിൽ നാം എങ്ങനെ ഓരോ പ്രദേശത്തിൻ്റെ വസ്തുവിൻ്റെ സ്ഥാനം കണ്ടെത്താം? കളങ്ങൾ വരച്ചിട്ടാണോ? അല്ല, നൽകിയിരിക്കുന്ന പന്തിൻ്റെ ചിത്രം 5.2 നോക്കാം. പന്തിലൊട്ടിച്ചിരിക്കുന്ന ചിത്രത്തിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് എങ്ങനെ പറയും? മുകളിൽ, താഴെ, മധ്യഭാഗത്ത്, അരികിലേക്ക് പറയാം. പന്തിന് ഗോളാകൃതി ആയതിനാൽ ഈ ഉത്തരങ്ങൾ ഒന്നും തന്നെ കൃത്യമല്ല. നമുക്ക് എങ്ങനെയാണ് കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കാനാവുക? പന്തിന് കുറുകെയും നെടുകെയും വരകൾ വരച്ചു നോക്കിയാലോ? ചുവടെ നൽകുന്ന ചിത്രം 5.3 ശ്രദ്ധിക്കൂ. പന്തിലെ ചിത്രങ്ങളുടെ സ്ഥാനം ഇതിൻ്റെ വരകളുടെ അടിസ്ഥാനം നിർണ്ണയിക്കാൻ ശ്രമിക്കണം. ഇനി ഭൂമിയിലെ വരകൾ. ഭൂമിയിലെ ഏതൊരു പ്രദേശത്തിൻ്റെ സ്ഥാനം ഇത്തരം വരകളുടെ അടിസ്ഥാനത്തിൽ നിർണ്ണയിക്കാതെ എങ്ങനെയാണെന്ന് നോക്കാം. വരകൾ ഓരോന്നും കൃത്യമായ കോണീയ അളവുകളുടെ അടിസ്ഥാനത്തിലാണ് ഗോളോപുരത്തിൽ വരച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു വൃത്തത്തിൻ്റെ കോണളവ് എത്രയാണെന്ന് നമുക്കറിയാലോ. എത്രയാണ്? 360 ഡിഗ്രി അല്ലേ?
അപ്പോൾ ഒരു ഗ്ലോബിൽ നെടുകയും കുറുകയും വരകൾ വരച്ചിരിക്കുന്നത് കണ്ടില്ലേ? നെടുകെ കാണുന്ന വരകളെ അക്ഷാംശ രേഖകളെന്നും കുറുകെ കാണുന്ന വരകളെ നെടുകെ കാണുന്ന വരകളെ അക്ഷാംശ രേഖ, നെടുകെ പോകുന്ന വരകളാണ് നടുവിലൂടെ ഇങ്ങനെ പോകുന്ന വരകൾ, അതാണ് അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത്. കുറുകെ കാണുന്ന വരകൾ, കുറുകെ അതായത് നേരെ നേരെ വരയ്ക്കാതെ, അതിന് രേഖാംശ രേഖകൾ എന്ന് പറയാം. രേഖ നേരെയാണല്ലോ, അപ്പോൾ രേഖാംശ രേഖകൾ എന്ന് പറയാം. ഗ്ലോബിലും ഭൂപടത്തിലൊക്കെ ഇങ്ങനെയുള്ള രേഖകൾ സാങ്കല്പിക രേഖകളാണ്. ഈ അക്ഷാംശ രേഖകൾ വെച്ച് നമുക്ക് നോക്കാം. ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഭൗമോപരിതലത്തിലെ ഓരോ ബിന്ദുവിലേക്കുള്ള കോണീയ അകലത്തെയാണ് അക്ഷാംശം എന്ന് പറയുന്നത്. അത്തരത്തിൽ ഓരോ കോണീയ അളവുകളെ തമ്മിൽ യോജിപ്പിച്ചാൽ അക്ഷാംശ രേഖകളാവും. അച്ചുതട്ടിനെ കുറിച്ച് പഠിക്കാം. 2 ധ്രുവങ്ങളുണ്ട്, ഉത്തരധ്രുവം, ദക്ഷിണധ്രുവം. നമുക്കറിയാം. ഒരു പന്തിൻ്റെ മധ്യഭാഗത്തു കൂടി ഒരു ദണ്ട് കടത്തി പന്തിനെ ഒന്ന് കറക്കി വയ്ക്കുക. ഈ ദണ്ടാണ് പന്തിനെ സംബന്ധിച്ചുള്ള അതിൻ്റെ അച്ചുതണ്ട്. ഇതുപോലെ ഭൂമിയുടെ കേന്ദ്രഭാഗത്തു കൂടി കടന്നു പോകുന്ന ഒരു ദണ്ട് ഉണ്ടെങ്കിൽ സങ്കല്പിക്കും. ഈ സാങ്കല്പിക ദണ്ടാണ് ഭൂമിയുടെ അച്ചുതണ്ട്. ഈ അച്ചുതണ്ടിനെ അടിസ്ഥാനമാക്കിയാണ് ഭൂമി സ്വയം കറങ്ങുന്നത്. ഇനി അക്ഷാംശ രേഖകൾ വരയ്ക്കാം. ഉള്ളു പൊള്ളയല്ലാത്തൊരു പന്തിനെ നെടുക ഛേദിക്കൂ. ഒരു പന്തിൽ എന്തുണ്ടാവുന്നു? ലഭ്യമാകുന്ന വൃത്തത്തിൽ നമുക്ക് ഒരു കോൺമാപിനി ഉപയോഗിച്ച് ചിത്രത്തിൽ കാണുന്ന പോലെ അടയാളപ്പെടുത്താം. അപ്പോൾ 0 ഡിഗ്രി തൊട്ട് 90 ഡിഗ്രി വരെ കോണളവുകളെ രേഖപ്പെടുത്തി ചിത്രത്തിൽ കാണിച്ച ശേഷം പന്തിൻ്റെ ഉപരിതലത്തോടെ നിര തെറ്റാതെ പൊട്ടുകൾ ഒട്ടിച്ച് ഓരോ തുല്യ കോണുകളും തമ്മിൽ യോജിപ്പിക്കാം. അപ്പോൾ ഇനി പൊട്ടുകൾ പകരം രേഖകൾ വരച്ചുകൊണ്ട് തുല്യ കോണുകളെ യോജിപ്പിച്ചു. ഇതേ പ്രവർത്തനം പന്തിൻ്റെ രണ്ടാമത്തെ പകുതിയിലും ചെയ്യുക. അപ്പോൾ പന്തുകൾ ചേർത്ത് വെച്ചാൽ ചുറ്റും വൃത്തങ്ങൾ വരച്ച് പന്ത് ലഭ്യമാകും. ഈ ഗണിതശാസ്ത്രം അടിസ്ഥാനമാക്കിയിട്ടാണ് ഗ്ലോബിലെ അക്ഷാംശ രേഖാംശങ്ങൾ സാങ്കല്പികം വരയ്ക്കുന്നത്. ഗ്ലോബ് ശ്രദ്ധിക്കുക. ഗ്ലോബിൻ്റെ മധ്യഭാഗത്തു നിന്ന് ഇരുഭാഗങ്ങളിലേക്ക് വൃത്തങ്ങൾ പൊതുവായി ചെറുതായി വരുന്നത് കണ്ടിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ ഒരു കോണീയ അകലത്തുള്ള അക്ഷാംശങ്ങളെ യോജിപ്പിക്കുന്ന പൊട്ടുകൾ ഉപയോഗിക്കുമ്പോൾ വേണ്ട പൊട്ടുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നത് ശ്രദ്ധിച്ചല്ലോ. ഗ്ലോബിൻ്റെ മധ്യഭാഗത്തായി കാണുന്ന അക്ഷാംശ രേഖയാണ്, മധ്യഭാഗത്തായിട്ട് കാണുന്ന അക്ഷാംശ രേഖയാണ് ഏറ്റവും വലിപ്പമേറിയത്. ഈ അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ. ഈ രേഖയുടെ കോണീയളവ് 0 ഡിഗ്രിയാണ്. ഈ രേഖയ്ക്ക് 0 ഡിഗ്രി വടക്കും 0 ഡിഗ്രി തെക്കും കാണുന്ന അക്ഷാംശങ്ങൾ വൃത്തങ്ങളാണോ? ഇവ യഥാക്രമം ഉത്തരധ്രുവമെന്നും ദക്ഷിണധ്രുവമെന്നും അറിയപ്പെടുന്നു. മറ്റ് അക്ഷാംശ രേഖകളെല്ലാം തന്നെ വൃത്തങ്ങളാണ്. ഇവ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വരച്ചിട്ടുള്ള വൃത്തങ്ങളാണ് കാണപ്പെടുന്നത്. ചിത്രത്തിൽ 5.8 അടയാളപ്പെടുത്തിയിരിക്കുന്ന പ്രധാന അക്ഷാംശ രേഖകൾ ശ്രദ്ധിക്കൂ. അക്ഷാംശ രേഖകൾ ഏതൊക്കെയാണ്? ശരിക്കും 0 ഡിഗ്രി ഭൂമധ്യരേഖ, 23.5 ഡിഗ്രി വടക്ക് ഉത്തരായണ രേഖയാണ്. 23.5 ഡിഗ്രി വടക്ക് ഉത്തരായണ രേഖ. 23 തെക്കോ ദക്ഷിണായന രേഖ. 66 ഡിഗ്രി വടക്ക് ആർട്ടിക്കാണ് വടക്ക് 66 ഡിഗ്രി. അതുപോലെ തന്നെ ദക്ഷിണ ധ്രുവത്തിൽ 66 ഡിഗ്രി തെക്ക് വരുന്നത് ഏതാ വരുന്നത്? അന്റാർട്ടിക്കാണ്. തെക്ക് ഭാഗത്താണ് അന്റാർട്ടിക്ക. ആർട്ടിക് വടക്ക് ഭാഗത്ത് 66 ഡിഗ്രി. ഇനി ഇതിലെ ഗോളങ്ങളുടെ അക്ഷാംശങ്ങൾ വടക്ക് അക്ഷാംശങ്ങളെന്നും ദക്ഷിണാർദ്ധഗോളത്തിലുള്ളവയെ തെക്ക് അക്ഷാംശങ്ങളെന്നും പറയുന്നു. ഈ രേഖാംശ രേഖകൾ നോക്കാം. ഗ്ലോബിൽ ഇരുവശങ്ങളും ബന്ധിച്ചിട്ടുള്ള രേഖകളാണ്. ഇരു ധ്രുവങ്ങളെയും ബന്ധിപ്പിച്ചിട്ട് വരയ്ക്കുന്ന രേഖകളിനെയാണ് നമ്മൾ രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. അക്ഷാംശ രേഖകൾക്ക് ലംബമായി വരച്ചിരിക്കുന്ന വക്രരേഖകൾ ഒക്കെയാണ് എന്ത് പറയുന്നത്? രേഖാംശ രേഖകൾ. നേരത്തെ അക്ഷാംശ രേഖകൾ വരച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ രേഖാംശ രേഖകൾ എങ്ങനെയാണ് വരയ്ക്കുക എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി മാനക രേഖാംശത്തിന് ഇരുവശവും കിഴക്കും പടിഞ്ഞാറുമായി കോണീയ അകലമാണ് രേഖാംശം. മാനക രേഖാംശത്തിന് ഇരുവശവും കിഴക്കും പടിഞ്ഞാറുമായി കോണീയ അകലമാണ് രേഖാംശം. ഇതുപോലെ അക്ഷാംശം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ മാനക രേഖാംശത്തിൽ നിന്നും ഒരേ കോണുള്ള അകലമുള്ള രേഖാംശങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖകൾ. ഈ രേഖകളിലെ ഉത്തരധ്രുവത്തിനും ദക്ഷിണധ്രുവത്തിനും കൂട്ടിമുട്ടുന്നില്ലേ? മാനക രേഖാംശത്തിന് ഇരുവശത്തുമായി 180 ഡിഗ്രി വീതം രേഖാംശങ്ങളുണ്ട് അല്ലേ? ചിത്രത്തിൽ മാനക രേഖാംശം കണ്ടെത്തും. എവിടെയാണ് മാനക രേഖാംശം? കണ്ട സെൻറ്ററിലായിട്ട് 0 ഡിഗ്രിയുടെ അവിടേക്ക് വരുന്നതാണ് മാനക രേഖാംശം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ കിഴക്ക് അർദ്ധഗോളങ്ങളിലെ രേഖാംശ രേഖകളെ കിഴക്ക് രേഖാംശങ്ങളെന്നും പടിഞ്ഞാറ് അർദ്ധഗോളത്തിലെ പടിഞ്ഞാറ് രേഖാംശങ്ങളെന്നും പറയുന്നു. അപ്പോൾ കിഴക്ക് അർദ്ധഗോളം ഉണ്ട് 90 ഡിഗ്രി, ഇവിടെ പടിഞ്ഞാറ് 90. അപ്പോൾ ഇവിടെയുള്ള രേഖാംശം എന്താ? കിഴക്ക് രേഖാംശങ്ങളെന്നും ഇവിടെ പടിഞ്ഞാറ് രേഖാംശങ്ങൾ. 0, 30, 60, 90 ഇങ്ങനെയാണ് പോണത്. നമ്മൾ നേരത്തെ പഠിച്ചത് 0, 23.5, 66 ഇങ്ങനെയാണ് പഠിച്ചത്. ഇവിടെ 0, 30, 60, 90. പാഠഭാഗത്ത് തുടക്കത്തിൽ പന്തിൽ പതിച്ച ചിത്രത്തിന് സ്ഥാനം കണ്ടെത്താൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഇനി പന്തിൽ ചിത്രത്തിന് സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഭൂമിയിലെ ഒരു സ്ഥലത്തിൻ്റെ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കുന്ന അക്ഷാംശ രേഖകളെയും രേഖാംശ രേഖകളെയും അടിസ്ഥാനമാക്കിയ താഴെ പറയുന്ന ഭൂപടത്തിൽ നിന്നും ഇന്ത്യയുടെ സ്ഥാനം ഏതൊക്കെ അക്ഷാംശ രേഖകളുടെ ഇടയിലാണെന്ന് കണ്ടെത്തൂ. ഇന്ത്യയുടെ അക്ഷാംശ രേഖകൾ കൊടുത്തിട്ടുണ്ട് 8 ഡിഗ്രി വടക്കിനും 38 ഡിഗ്രി വടക്കിനിടയിലായിട്ട്. രേഖാംശം 68 ഡിഗ്രി കിഴക്കിനും 98 ഡിഗ്രി കിഴക്കിനിടയിലായിട്ട്. ഓരോന്നിൻ്റെയും നോക്കാനാണ്. 8 ഡിഗ്രി വടക്കും 8 ഡിഗ്രി വടക്കിനും 38 ഡിഗ്രി വടക്കിനിടയിൽ ഇന്ത്യ.
രേഖാംശയിലേ നോക്കിയേ 68 കിഴക്ക് 98 കിഴക്കിൻ്റെ ഇടയിൽ. രാവും പകലും ഉണ്ടാകും നോക്കാം. ഭൂമിയിലെ ഏതാണ്ട് വിപരീത വശങ്ങളിൽ രണ്ട് സ്ഥലങ്ങളിൽ താമസിക്കുന്ന കുട്ടികളാണ് അലീനയും അമ്മും. അലീന അമേരിക്കൻ ഐക്യനാടുകളിലെ കാലിഫോർണിയയിലും അമ്മു കേരളത്തിലും. അപ്പോൾ ഗ്ലോബ് പരിശോധിച്ചാൽ സ്ഥലങ്ങൾ വിപരീത ദിശയിൽ മനസ്സിലാക്കും. അമ്മു രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ അലീന രാത്രി ഉറങ്ങുകയാണ്. അലീന രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോഴും അമ്മു നാട്ടിൽ രാത്രിയായിരിക്കും. ഭൂമിയിലെ ഒരു ഭാഗത്ത് പകൽ അനുഭവപ്പെടും, മറുഭാഗത്ത് രാത്രിയാവും. പകലും രാത്രിയും മാറി മാറി വരുമ്പോൾ എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. കാണുന്ന പോലെ ഗ്ലോബ് ഏതെങ്കിലും പ്രകാശസ്രോതസ്സിന് അഭിമുഖമായി വരത്തക്കവിധം പിടിച്ചു നോക്കൂ. ഒരു ഭാഗം പ്രകാശിതമാകുമ്പോൾ മറുഭാഗം ഇരുട്ടിലാകും. ഇനി ഗ്ലോബ് കറക്കി നോക്കൂ. പ്രകാശിതമായ ഭാഗം ഇരുട്ടിലേക്ക് പോകുന്നതും ഇരുട്ടിലായ ഭാഗം പ്രകാശിതമാകും കാണുന്നില്ലേ? അപ്പോൾ ഭൂമിയുടെ ഒരു ഭാഗത്ത് പ്രകാശം മറുഭാഗത്ത് ഇരുട്ടാണെന്ന് കാണില്ല. ഇതുപോലെ തന്നെയാണ് ഭൂമിയും രാത്രിയും പകലും ഉണ്ടാകുന്നത്. ഭൂമിയുടെ പ്രകാശസ്രോതസ്സ് സൂര്യനാണെന്ന് അറിയില്ലേ? ഭൂമി ഗോളാകൃതിയിലാണെന്നും ഭൂമി എൻ്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതും പഠിച്ചുവല്ലോ. ഭൂമി സ്വയം കറങ്ങുന്നതിനെ ഭ്രമണം എന്ന് പറയുന്നത്. ഭൂമി സ്വയം കറങ്ങുന്നതിനെയാണ് ഭ്രമണം എന്ന് പറയുന്നത്. ഭ്രമണം മൂലം സൂര്യൻ അഭിമുഖമായി വരുന്ന ഭാഗം പ്രകാശമായതിനാൽ പകൽ അനുഭവപ്പെടുന്നു. മറുഭാഗത്ത് സൂര്യപ്രകാശം ഉണ്ടാവില്ല. അപ്പോൾ രാത്രി. ഭൂമിയിൽ പകലും രാത്രിയും മാറി മാറി അനുഭവപ്പെടുന്നത് ഭ്രമണം മൂലമാണ്. ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കി 24 മണിക്കൂർ വേണം. അതൊരു ദിവസമായിട്ട് നമ്മൾ കണക്കാക്കും. നിങ്ങൾ വസിക്കുന്ന ഭാഗം ഇപ്പോൾ സൂര്യൻ അഭിമുഖമാണോ? ആ കാര്യങ്ങൾ നോക്കണം. സൂര്യൻ പകൽ അനുഭവമാണ് മഞ്ഞ ക്രയോൺസ് ഉപയോഗിച്ച്, രാത്രി അനുഭവപ്പെടുന്ന കറുത്ത ക്രയോൺസ് ഉപയോഗിച്ച് നിറം നൽകും. ഉദയവും അസ്തമയവും ഭൂമിയുടെ ഭ്രമണം മൂലമാണ് സൂര്യൻ്റെ സ്ഥാനം മാറുന്നത് നമുക്ക് മനസ്സിലായി. ഈ വാഹനങ്ങൾ യാത്ര ചെയ്യും മരങ്ങളും കെട്ടികളും എതിർദിശയിൽ സഞ്ചരിക്കാൻ നമുക്ക് തോന്നാറില്ല. യഥാർത്ഥത്തിൽ അവ ചലിക്കുന്നുണ്ട്. അതുപോലെയാണ് ഭൂമി നമ്മുടെ വളരെ അകലെ സ്ഥിതി ചെയ്യുന്ന സൂര്യൻ കിഴക്കുദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്ത് നമുക്ക് ദൃശ്യമാകുന്നത്. അപ്പോൾ ഗ്ലോബൽ ചിത്രത്തിൽ കാണുന്ന പോലെ ഇടതുഭാഗത്തുള്ള വലതുഭാഗത്ത് കറക്കൂ. ഇടതുഭാഗം പടിഞ്ഞാറും വലതുഭാഗം കിഴക്കുമാണ് സങ്കല്പിക്കുക. ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറുനിന്ന് കിഴക്കോട്ടാണ്. പടിഞ്ഞാറുനിന്ന് നമ്മൾ കിഴക്കോട്ട് പടിഞ്ഞാറല്ല, പടിഞ്ഞാറുനിന്ന് കിഴക്കോട്ടാണ് സൂര്യൻ കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നത്. വിവിധ സമയങ്ങളിൽ നിങ്ങളുടെ നിഴലിന് മാറ്റമില്ല. ഇപ്പോൾ ഓരോ ദിവസങ്ങൾ ഇപ്പോൾ ഏതൊക്കെ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് എന്നുള്ളത് ഏതാണ് പറയുന്നത്. മാറുന്ന കാലങ്ങൾ ഭൂമിയുടെ അതിൻ്റെ സാങ്കല്പിക ചിത്രത്തിൻ്റെ ആധാരമാക്കി സ്വയം കറങ്ങുന്നതോടൊപ്പം സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്നു. ഈ വലം വയ്ക്കുന്ന പരിക്രമണം എന്ന് പറയുന്നത്. അപ്പോൾ സ്വയം കറങ്ങുന്നതോടൊപ്പം സൂര്യനെ വലം വയ്ക്കുന്നതിനെയാണ് പരിക്രമണം എന്ന് പറയുന്നത്. ഒരു വർഷത്തിനുള്ളിൽ തന്നെ എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് ചുറ്റിൽ അനുഭവിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. സ്കൂൾ വർഷാരംഭത്തോടെ മഴക്കാലത്തോടെ മഴ പെയ്യുന്ന മഴ 5-6 മാസം നിൽക്കുന്നു. പിന്നെ മെല്ലെ തണുപ്പേറി വരുന്നു. അത് കഴിയുമ്പോൾ ചൂട്. മരങ്ങളിൽ ചിലത് ഇല പൊഴിക്കുന്നു, പുഷ്പിക്കുന്നു, കായ്ക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാലങ്ങൾ മാറി മാറി വരുന്നത് ചിന്തിക്കുന്നു. ഭൂമിയുടെ പരിക്രമണമാണ് ഇത്തരത്തിലുള്ള കാലങ്ങൾക്ക് അനുഭവം. സൗരയൂഥത്തിലെ എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ വലം വയ്ക്കുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ഭൂമിയുടെ പരിക്രമണം കാണിക്കുന്ന ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 365 ദിവസമാണ് ഒരു വർഷം എന്നറിയപ്പെടുന്നത്. അത്രയും സമയം ഭൂമിക്ക് എന്ത് വേണം? സൂര്യനെ ചുറ്റാൻ. എന്തൊരു വേഗം, ഒരു വിമാനത്തിൻ്റെ വേഗത എന്താണെന്ന് അറിയാം. മണിക്കൂറിൽ ഏകദേശം 560 കിലോമീറ്ററാണ് ഒരു വിമാനത്തിൻ്റെ വേഗം. എന്നാൽ മണിക്കൂറിൽ ശരാശരി 96,000 കിലോമീറ്റർ വേഗതയിലാണ് ഭൂമി പരിക്രമണം ചെയ്യുന്നത്. ഭൂമിയുടെ പരിക്രമണത്തിൻ്റെ വേഗതയാണ് പറയുന്നത് 96,000 കിലോമീറ്ററാണ്. ഒരു മണിക്കൂറിൽ 96,000 കിലോമീറ്ററാണ് ഭൂമി പരിക്രമണ വേഗത. അതിവർഷം ലീപ്പ് ഇയർ. ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് 365 ദിവസങ്ങൾ പൂർത്തിയാകും. എന്നാൽ ഒരു വർഷത്തിൽ 365 ദിവസങ്ങളാണുള്ളത്. ബാക്കിയുള്ള 4 ദിവസം 4 വർഷങ്ങൾ കൂടുമ്പോൾ ഒരു പൂർണ്ണ ദിവസമായി പരിഗണിക്കുന്നു. അങ്ങനെ ഓരോ 4-ാമത്തെ വർഷവും 366 ദിവസങ്ങൾ ഉണ്ടാവും. ഇതാണ് അതിവർഷം എന്ന് പറയുന്നത്. കുട്ടികളുടെ നമ്മുടെ അതുകൊണ്ടാണ് ഫെബ്രുവരി 29 ജനിച്ച എനിക്ക് 4 വർഷം കൂടുമ്പോൾ മാത്രം ജന്മദിനാഘോഷം. ഞാൻ സൂര്യനെ ചുറ്റുന്നത് നിർത്തിയാൽ ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഭൂമി എൻ്റെ ആജീവനാന്ത സുഹൃത്ത്, ലൈഫ് ടൈം ഫ്രണ്ടാന്ന് പറയണേ. ഭൂമിയിൽ എന്താ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ എഴുതാൻ പറഞ്ഞേക്കാണ്. അപ്പോൾ ഇതിൽ ഭൂമിയുടെ പരിക്രമണവും ഭ്രമണവും നമ്മൾ നോക്കി. എത്രയാണ് പരിക്രമണത്തിനുള്ള ടൈം? പരിക്രമണ സമയം 96,000 കിലോമീറ്റർ, 96,000 കിലോമീറ്ററാണ് ഭൂമി പരിക്രമണം ചെയ്യുന്നത്. പിന്നെ നമ്മൾ നോക്കിയത് എന്തൊക്കെയാണ്? അക്ഷാംശ രേഖാംശങ്ങൾ നോക്കി. ഇന്ത്യയുടെ 8 ഡിഗ്രി വടക്കിനും 38 ഡിഗ്രി വടക്കിനും 68 ഡിഗ്രി കിഴക്കിനും 98 ഡിഗ്രി കിഴക്കിനാണ് നോക്കി. പിന്നെ ഓരോ അർദ്ധഗോളത്തിന് എന്താണ് കിഴക്ക് അർദ്ധഗോളം രേഖാംശങ്ങൾ, കിഴക്ക് രേഖാംശം, പടിഞ്ഞാറ് അർദ്ധഗോളം നമ്മൾ നോക്കി. ഇനി മാനക രേഖാംശം ഏതാണെന്ന് നോക്കി. മാനക രേഖാംശം. പിന്നെ ഓരോന്നിലും വരുന്ന അക്ഷാംശ രേഖാംശങ്ങൾ. വടക്ക് ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ, അന്റാർട്ടിക്കും ആർട്ടിക്കും. വടക്കുള്ളത് ആർട്ടിക്കും, വടക്ക് ആർട്ടിക്, തെക്ക് അന്റാർട്ടിക്. അക്ഷാംശ രേഖകൾ നോക്കി. പിന്നെ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ഓരോ ബിന്ദുവിനും എന്താണ് അക്ഷാംശം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഭൗമോപരിതലത്തിലെ ഓരോ ബിന്ദുവിലേക്കുള്ള കോണീയ അളവാണ് അക്ഷാംശം. ഇത്രയൊക്കെയാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത്. പിന്നെ ഓരോ ആദ്യകാലത്തെ സാങ്കല്പികമായിട്ടുള്ള ഭൂമിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം.